ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഈ കറി ഉണ്ടാക്കിയാൽ മതി കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ കറിക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സവോള ഇതുപോലെ നല്ല ചെറുതാക്കി കനം കുറച്ച് അരിഞ്ഞ് എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നിങ്ങളുടെ അടുത്ത് മല്ലിയില ഇല്ലെങ്കിൽ മല്ലിയിലയ്ക്ക് പകരം കരിവേപ്പില ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുമ്പം നമുക്ക് എരിവ് എന്തോടാണ് വേണ്ടത് അതനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ കായത്തിൻ്റെ പൊടി, ഒരു നുള്ളു കായത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തു. ഇനി നിങ്ങളുടെ അടുത്ത് നാരങ്ങ ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ കൈകൊണ്ട് തന്നെ ഞരടി എടുക്കണം. നന്നായിട്ട് ഞെക്കി വേണം ഇത് നമ്മളൊന്ന് ഞരടി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതിനകത്തെ സവോളയ്ക്കകത്തെ ജ്യൂസെല്ലാം ഇറങ്ങി വന്ന് എല്ലാ മുളകും എല്ലാം അതിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. നമ്മളിതുപോലെ കൈകൊണ്ട് തിരുമ്മി കഴിയുമ്പോൾ സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട് വരെ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ്. പിന്നെ നമുക്ക് എരിവ് എന്തോരം വേണം അതനുസരിച്ച് കേട്ടോ മുളക് പൊടിയും പച്ചമുളകും ഒക്കെ ചേർക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് സവോള ഇതുപോലെ വലുതാക്കി കിടക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ കൊത്തി അരിഞ്ഞും ചേർക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് വാളംപുളി ചേർക്കാം. അപ്പോൾ വിനാഗിരിയോ നാരങ്ങാനീരോ ചേർക്കേണ്ട, വാളംപുളി മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ല് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള ഐറ്റം ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.